ആദ്യമായിട്ട് പറഞ്ഞ ഒരു കാര്യം നടപ്പിലാക്കിയിരിക്കുകയാണ് നമ്മുടെ പൂക്കി സർക്കാർ. ഇന്ദിരാ ഗ്യാരണ്ടി ആദ്യത്തേത് നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നേതാക്കന്മാരൊക്കെ വന്ന് കിടന്നുകൊണ്ട് മെഴുകുന്നുണ്ട്. അപ്പം അങ്ങനെ പറയുന്ന ആളുകളോട് എനിക്കൊരു വീഡിയോ കാണിച്ചു തരാനുണ്ട്. അതിന് മുൻപേ ഒരു കാര്യം പറയട്ടെ, എല്ലാ ഓർഡിനറി ബസ്സുകളിലും സൗജന്യ യാത്രയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് ഇന്ന് ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വീഡിയോ കാണണ്ടേ? വീഡിയോ കണ്ടു നോക്കാം. നമ്മൾ നിറങ്ങണ്ടാൽ വിചാരിക്കും ഇത് ഓർഡിനറി ആണെന്ന്, പക്ഷേ ഇത് ഓർഡിനറി അല്ല. ഭംഗിയായി സിറ്റി ഫാസ്റ്റ് എന്ന് ഇത് ഇന്നലെ വരെ ഇല്ലാതിരുന്നതാണ്. ഇത് സിറ്റി ഫാസ്റ്റ് ബസ്സാണ്. ഇത്തരം ബസ്സുകൾ അരുൺ, അതാണില്ല പ്രശ്നം. ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റിക്കർ നേരത്തെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കൂടുതൽ ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടോ എന്ന സംശയത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഉറപ്പായും ഇത് സ്ത്രീകളോടുള്ള വെല്ലുവിളി തന്നെയാണ്. സൗജന്യമാണ് ബസ്, പൈസ കൊടുക്കണം. ഒരു ബസ് വിട്ടാൽ ഞങ്ങൾ സൗകര്യത്തിൽ കിട്ടുമോ? അരുൺ, ഇതാണ് ഇതിലെ യഥാർത്ഥ പ്രശ്നം. ഇത് വലിയൊരു വിഷയമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. അരുൺ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുറകിലോട്ട് നോക്കാം. ഇത് ആദ്യ ബസ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് ആനന്ദപുരി. ഇത് കണ്ടാൽ ഇത് ഏതാണ്ട് ഒരു ഫ്രീ ബസിന്റെ ഒരു സൂചനയാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. തൊട്ട് പിറകിലതാ നെടുമങ്ങാട്ടേക്ക് പോകുന്ന ബസ്. നെടുമങ്ങാട്ടേക്ക് പോകുന്ന ബസ് ഇത് കണ്ടാലും നമ്മൾ വിചാരിച്ചത് ഇത് ഓർഡിനറി ബസ്സാണ്, ഓർഡിനറി ബസ്സാണ് എന്നാണ്. അങ്ങനെ സാധാരണഗതിയിൽ ഫാസ്റ്റ് ആണെങ്കിൽ അരുൺ ഇതാ നെടുമങ്ങാട് ബസിന്റെ ഈ ബോർഡിന്റെ മൂലയ്ക്ക് സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ്, ടൗൺ ടു ടൗൺ അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നതാണ്. അതിന്റെ മുകളിൽ ഇതാ ഫ്രഷായി സ്റ്റിക്കർ പതിച്ചിരിക്കുന്നു സിറ്റി ഫാസ്റ്റ് എന്നുള്ളത്. പല സ്ത്രീകൾക്കും സൗജന്യ യാത്ര കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്. അതാണ് അരുൺ ഇന്ന് വരെ കാണാത്ത സ്റ്റിക്കർ ഇതാ പുതിയത് പതിച്ചിരിക്കുന്നു എന്നതാണ്. സൂപ്പർ ഫാസ്റ്റിന്റെ സ്റ്റിക്കർ, സിറ്റി ഫാസ്റ്റിന്റെ സ്റ്റിക്കർ മുന്നിൽ കൂടാതെ അരുൺ കാണാതിരിക്കരുത് എന്ന് കരുതി അരികിലും ഇവിടെ കയറിയിരുന്നോ? ഒടുവിൽ പൈസ കൊടുത്ത് പോകാൻ തീരുമാനിച്ചു. അതേ പറ്റൂ, അല്ല നമുക്ക് ഫ്രീ ഒന്നും കിട്ടില്ല. എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്രയെന്ന് ആദ്യം പറഞ്ഞിട്ട് എവിടെ വേണമെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട്, അതായത് തീർത്ഥാടന കേന്ദ്രമായിക്കോട്ടെ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളായിക്കോട്ടെ, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സഞ്ചരിക്കാം, ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഓർഡിനറി ബസ്സുകളായിരുന്ന ബസ്സുകളെയൊക്കെ സിറ്റി ഫാസ്റ്റ് ആക്കിയിരിക്കുന്ന ഈ പൂക്കിത്തരം, ഇതിനെ അംഗീകരിക്കുന്ന കുറേ അടിമ കൊങ്ങികളുണ്ട്. നീയൊക്കെ മാത്രമേ ഇത് അംഗീകരിക്കുകയുള്ളൂ. ഇനി ഞങ്ങൾ കമ്മികളാണ്, കമ്മികളുടെ കരച്ചിൽ തീർന്നില്ല എന്ന് നീയൊക്കെ പറയാൻ ശ്രമിക്കുകയാണെങ്കിൽ അതേടാ ഞങ്ങൾ കമ്മികൾ തന്നെയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. നിന്റെയൊക്കെ ഇരട്ടത്താപ്പും ഈ ഡബിൾ ഫാദർ സിൻഡ്രോം ഒന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ആർക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അതിശക്തമായിട്ട് തന്നെ ഇത് പ്രതികരിക്കും. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുന്ന ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷെ സൗജന്യ യാത്രയെക്കാളും അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അവരുടെ സുരക്ഷ. അതാദ്യം ഒന്ന് നടപ്പിലാക്കാനായിട്ട് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു പ്രിക്കോഷൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് എടുക്കുക. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെണ്ണുപിടിയന്മാരാണ് കൂടുതലും. അവന്മാരെ അതിൽ കയറ്റാതിരുന്നു കഴിഞ്ഞാൽ തന്നെ പാതി കാര്യങ്ങൾ എന്തായാലും നല്ല രീതിയിൽ പോകും. എന്തൊരവസ്ഥയാണല്ലേ. പൂക്കിച്ചിരി ഉണ്ടല്ലോ പോരെ.